പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നൃത്തം പഠിച്ച ടില്ലു. ഈ കഥ കേൾക്കൂ. കാടിന് നടുവിലെ താമരക്കുളത്തിൽ നല്ല ഭംഗിയുള്ള ഒരു തവളയുണ്ടായിരുന്നു ടില്ലു. ആ തവളയ്ക്ക് നൃത്തം പഠിക്കാൻ വലിയ മോഹമായിരുന്നു. മറ്റു തവളകൾ ചാട്ടവും ഇരതേടലും മാത്രം നടത്തുമ്പോൾ അവൻ മാത്രം നൃത്തം പഠിക്കാനാണ് ആഗ്രഹിച്ചത്. മറ്റുള്ളവർ ഏറ്റവും ഉയരത്തിൽ ചാടുന്നത് ആരാണ്, ഏറ്റവും വേഗത്തിൽ നീന്തുന്നത് ആരാണ് എന്നൊക്കെ മത്സരിക്കുമ്പോൾ ടില്ലു ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയി നൃത്തം പഠിച്ചു. അവൻ ഇലകളിൽ മഴത്തുള്ളികൾ വീഴുന്നതും ഇലകൾ കൊഴിയുന്നതും കാറ്റിൻ്റെ ശബ്ദവും പക്ഷികളുടെ പാട്ടും ശ്രദ്ധിച്ചു. വെള്ളത്തിലെ തരംഗങ്ങൾ അവൻ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഈ താളങ്ങളെല്ലാം അവൻ ആസ്വദിച്ചു. ഇതനുസരിച്ച് ചുവട് വെച്ച് നൃത്തം പഠിച്ചു. കൈകൾ ഉയർത്തി അവൻ നൃത്തച്ചുവടുകൾ അവതരിപ്പിക്കുന്നത് കണ്ട് മറ്റ് തവളകൾ കളിയാക്കും. തവളയ്ക്ക് നൃത്തമോ, ഇതെന്ത് കോപ്രായം. ടില്ലുവിൻ്റെ മനസ്സ് വേദനിച്ചെങ്കിലും അവൻ തൻ്റെ പരിശ്രമം തുടർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വനരാജാവായ സിംഹം പറഞ്ഞു, നമുക്കൊരു വനമഹോത്സവം നടത്തിയാലോ? മന്ത്രിമാർ സമ്മതിച്ചു. അദ്ദേഹം പ്രഖ്യാപിച്ചു, നാളെ കാട്ടിൽ വനമഹോത്സവം. എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള അവസരം. കാട് മുഴുവൻ ആവേശം നിറഞ്ഞു. ആനകൾ നൃത്തച്ചുവടുകൾ പരിശീലിച്ചു. മയിലുകൾ പീലി വിടർത്തി ആടി. കുരങ്ങ് കോപ്രായങ്ങൾ പരിശീലിച്ചു. ടില്ലുവിന് മാത്രം ആശങ്കയുണ്ടായിരുന്നു. ഓരോരുത്തരായി വേദിയിൽ പല പല പരിപാടികൾ അവതരിപ്പിച്ചു. ടില്ലു മടിയോടെ വനമഹോത്സവ വേദിയിലെത്തി. അവൻ വേദിയുടെ പുറകിൽ പതുങ്ങിയിരുന്നു. പാട്ട് കേട്ട് ഓരോരുത്തരായി വേദിയിലെത്തി ചുവടുവച്ചു. ഏറ്റവും ഒടുവിൽ മടിച്ച് നല്ല നിറമുള്ള കുപ്പായം ധരിച്ച് ടില്ലു വേദിയിലെത്തി. അവൻ ചുവടുകൾ വെച്ചു. കൈകൾ ആകാശത്തേക്ക് ഉയർത്തി തിരിഞ്ഞും മറിഞ്ഞും ചാടിയും നൃത്തം ചെയ്തു. അവൻ പ്രത്യേകതരം പാവാട പോലെയുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അത് വട്ടം കറങ്ങി. അവൻ്റെ നൃത്തച്ചുവടുകൾ മൃഗങ്ങൾ ആകാംക്ഷയോടെ കണ്ടു. ആദ്യം ചിരിച്ചു. പിന്നീട് ചിരി കയ്യടികൾക്ക് വഴിമാറി. മൃഗങ്ങൾ സന്തോഷത്തോടെ ആവേശ ശബ്ദം മുഴക്കി. സിംഹം ആ തവളക്കുട്ടനടുത്ത് ചെന്ന് അവനെ കൈകളിൽ എടുത്തു പിടിച്ചിട്ട് പറഞ്ഞു, ടില്ലു മിടുമിടുക്കൻ. വലിയ മൃഗങ്ങൾ മാത്രം അരങ്ങിലെത്തിയപ്പോൾ നീ ഒട്ടും മടിക്കാതെ ഈ കുഞ്ഞു ശരീരവും വച്ച് ആടിത്തിമിർത്തു. എല്ലാവർക്കും നിന്റെ നൃത്തച്ചുവടുകൾ ഇഷ്ടപ്പെട്ടു. ഇന്നു മുതൽ നീയാണ് ഈ കാടിൻ്റെ ആസ്ഥാന നർത്തകൻ. നിന്നെപ്പോലെയുള്ള കുഞ്ഞു തവളകൾക്കും മറ്റ് ജീവികൾക്കും നൃത്തം പഠിപ്പിക്കാൻ നിന്നെ നാം ചുമതലപ്പെടുത്തുന്നു. സ്വന്തം കഴിവ് തിരിച്ചറിയാനുള്ള അനുഗ്രഹം നിനക്കുണ്ട്. നീയാണ് ധൈര്യവാൻ. ടില്ലുവിൻ്റെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ പൊഴിഞ്ഞു. അന്നു മുതൽ അവൻ നൃത്തക്കാരൻ തവള എന്നറിയപ്പെട്ടു. അവൻ കാടിൻ്റെ ആസ്ഥാന നർത്തകനായി മാറി.